പത്തനംതിട്ട അടൂരിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. അടൂർ എസ്.എൻ. ഹോട്ടൽ, ഡിങ്കന്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്ങഞ്ഞിക്കട, അൽറാസി തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംഘടനാ നേതാവിന്റെ ഹോട്ടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഴകിയ ഭക്ഷണ സാധനം പിടികൂടിയത്. കൂട്ട് വൃത്തിയാക്കിയതിനു ശേഷം നടത്തി ഇതിങ്ങനെയാണ് നടത്തി കൊടുക്കുന്നത്. പഴഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞുള്ള എല്ലാം പഴയത്. മനുഷ്യൻ കൊല്ലാനാണോ ഇത്? ആണോ? ഏതൊക്കെ ഡിഷാന്നുള്ളത് നോട്ട് ചെയ്യണമായിരിക്കും. ഫോട്ടോ അല്ല, വീഡിയോ എടുത്ത് ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്തുകൂടെ? പ്രസാദ് എംജിയുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്നാലും അടൂരിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം മോശപ്പെട്ട ഭക്ഷണമായിരുന്നു അവിടെ വിതരണം ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ. ഈ ഹോട്ടലടക്കം അടച്ചുപൂട്ടുന്ന നടപടികളിലേക്കാണോ ഇനി ആരോഗ്യവകുപ്പ് അടക്കം കടക്കുക? എങ്ങനെയായിരുന്നു പരിശോധനയടക്കം? കാർത്തവ്, MC റോഡിലെ കൊട്ടാരക്കരയ്ക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ ഗ്രാമീണ ശൈലിയിലുള്ള വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഹോട്ടലിന്റെ ഒരു ശൃംഖല തന്നെയാണ് അടൂരിലെ ബൈപ്പാസ് റോഡ്. ഈ ബൈപ്പാസ് റോഡ് എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ആയതുകൊണ്ട് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്കും ഒക്കെ ഒരു സൗകര്യങ്ങളുള്ളത് കൊണ്ട് ചെറുതും വലുതുമായി നിരവധി ഹോട്ടലുകളാണ്. ആ ഹോട്ടലിന്റെ പേരുകൾ തന്നെ നമുക്ക് കയറിയാൽ കൗതുകം ഉണർത്തും. കാന്താരി, ഡിങ്ങിന്റെ തട്ടുകട, പഴങ്ങനിക്കട, അമ്മച്ചിക്കട, അങ്ങനെ തുടങ്ങി നിരവധി ചെറുതും വലുതുമായ ഹോട്ടലാണ് റോഡിന്റെ ഇരുവശത്തും. ഈ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ വിതരണത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആഹാര രീതിയെ കുറിച്ചൊക്കെ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ അടൂരിലെ ആരോഗ്യവകുപ്പിന് പരാതി കിട്ടിയിരുന്നു. പക്ഷെങ്കിൽ അവരത്ര കാര്യമായി എടുത്തിരുന്നില്ല. തുടർന്നാണ് ഇന്നലെയും ഇന്നുമായിട്ട് അടൂര് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന നടത്തിയത്. ഇതിൽ നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംഘടനാ നേതാവിന്റെ ഹോട്ടലായ രാജധാനിയിൽ നിന്നും 1 മാസത്തിലധികം പഴകിയ 50 കിലോ പഴകിയ മത്സ്യമാണ് പിടിച്ചെടുത്തുന്നുള്ളതാണ് നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്നത്. ഈ പരിശോധന നടത്തുമ്പോൾ ഈ ഹോട്ടലിലൊക്കെ കയറിയ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു നിർത്തുകയും അവര് ഇതിന്റെ കണക്കെടുക്കും അതിന്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തുമ്പോൾ തടസ്സപ്പെടുത്താനും ഉണ്ടായിട്ടുള്ളൊരു ആരോപണം ഉണ്ട്. പക്ഷേ എങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് ഈ ആഴ്ചകളോളം പഴകിയ മത്സ്യങ്ങളും മാംസങ്ങളും വീണ്ടും വറക്കുന്ന എണ്ണയൊക്കെ തന്നെ നമുക്ക് അവിടുന്ന് കിട്ടി. നമുക്ക് അതെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. ഈ ഹോട്ടലുകൾക്കെല്ലാം വൻപിഴ ചുമത്തിയിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഹോട്ടലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അടൂരിലെ മറ്റു മേഖലകളിൽ കൂടി ഈ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാർത്തു, ശരി, വ്യക്തമാണ്. പ്രസാദ് എംജിയാണ് വിവരങ്ങൾ നൽകിയത്.